ചോർന്നൊലിക്കാത്ത വെള്ളം കയറാത്ത അടുക്കള. എനിക്ക് എന്നും ആഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങണമെന്നായിരുന്നു. എല്ലാ സെറ്റിങ്സോടും കൂടിയുള്ള ഒരു ബാത്റൂമാണ് ഇത്. സിറ്റ് ഔട്ട്, അകത്തോട്ട് കയറാം. ഇത് ഹാള്. ഡൈനിങ് ടേബിളിന്റെ സെറ്റിങ്സ് ഒക്കെ ഇവിടെ അതാ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അടുക്കള, 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 ചോർന്നൊലിക്കാത്ത വെള്ളം കയറാത്ത അടുക്കള. ഇതുവരെ വെള്ളം കയറിയത് പിന്നെ വെള്ളം കയറുമ്പോൾ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ അടുപ്പ് തീ കത്തത്തില്ല. അന്നേരം എനിക്ക് ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിച്ചിട്ട് പോകും. മെയിൻ ബെഡ്റൂം ഇതാണ് മെയിൻ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇത് മോന് വേണോന്ന് പറഞ്ഞിരിക്കും. അവന്റെ ഭയങ്കര ആഗ്രഹമാണ്. ഇല്ല ഇല്ല, ഇത് മോക്ക് വേണം. കുഴപ്പമില്ല, അവരുടെ ആഗ്രഹം മാത്രം. ഇവര് രണ്ടുപേരും ഇതുപോലെ സുഖമായിട്ട്. ഇവര് എന്ന് വെച്ചാൽ ഇവര് നമ്മൾ എപ്പോഴും ഒരു മുറിക്കകത്തില് ഒരു എന്താ പറയണ്ട, ഒരു കട്ടിലെ മോന്, ഞാൻ, മോള്, അച്ഛന് എല്ലാവരും കൂടി ഇങ്ങനെ അടിക്ക് ഇങ്ങനെ ഒരു റൂമിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു എന്താ പറയണ്ട, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഇവരിനകത്ത് ഈ സുഖമായിട്ട്. എനിക്ക് എന്നും ആഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങണമെന്നായിരുന്നു. മുറി വീട് വേണമെന്ന് ആഗ്രഹമാണ്. അങ്ങനെ പിന്നെ അതുകൊണ്ട് അവരുടെ സ്വപ്നം, അവരിങ്ങനെ സുഖമായിട്ട് ജീവിക്കണം നമ്മുടെ ആഗ്രഹം. ഒരു ബാത്റൂമുണ്ട്. ബാത്റൂം എല്ലാ സെറ്റിങ്സോടും കൂടിയുള്ള ഒരു ബാത്റൂമാണ്. പാലുകാച്ചി 25-ാം തീയതി തിങ്കളാഴ്ച, നവംബർ 25 തിങ്കളാഴ്ച. ഇല്ല, ആദ്യമായിട്ട് ഇത്രയൊരു നമുക്ക് സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തികം അതിനെ അനുവദിക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെയല്ല, നമുക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ സ്ഥിര ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടേ ലോണൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത് കൊണ്ട് നമ്മൾ ആ ഒറ്റമുറി വീട്ടിലിങ്ങനെ ഇത്രയും നാൾ കഴിഞ്ഞു. ഇത് കനിവെന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കരുണയും അവിടെ കനിവ് കൊണ്ട് നമുക്ക് കിട്ടിയ സ്വപ്നമാണ്. സ്വർഗമെന്നേ പറയാൻ പറ്റൂ. ചേച്ചി, ഞാൻ വേറെ ചേച്ചി അന്ന് തൊട്ട് ഈ അവസ്ഥയിൽ തന്നെ ആയിരുന്നു പണ്ട് മുതൽ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. 2 കുഞ്ഞുങ്ങളും ഞാനും ഹസ്ബൻഡും കൂടെ. പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു ആദ്യം എൻ്റെ കൂടെ. അന്ന് ആ ഒരു മുറി ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടിയിട്ട് അതിൽ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മുറിക്കകത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും കിടക്കുകയും അത് സ്വപ്നം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഇത് സ്വപ്നമാണെന്നൊന്നും എന്തോന്ന് ഇപ്പം തന്നെ നമുക്ക് എന്തോ പറയണമെന്നറിയത്തില്ല, സന്തോഷം കൊണ്ട്. കൂട്ടുകാരുടെ വീട് പോകുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ഇങ്ങനെ വീട് നമുക്കില്ലല്ലോ, ഒരു കിട്ടിയ വീട് വെച്ചായിരുന്നെങ്കിൽ അല്ലായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് അന്നൊന്നും അത് സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് മോളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കുന്നുണ്ടായിരുന്നു. അല്ല, പഠിക്കുമ്പോൾ മോളുടെ ഒരു ആഗ്രഹം, സാധാരണ നമ്മൾ നല്ലൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ അതല്ലേ ആഗ്രഹിക്കുന്നത്. പക്ഷെ മോളുടെ മനസ്സിൽ ആഗ്രഹം എന്തായിരുന്നു? നല്ലൊരു വീട് വേണമെന്ന് തന്നെയായിരുന്നു നല്ലൊരു ആഗ്രഹം എന്ന് വെച്ചാൽ. പിന്നെ നല്ലൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ പറ്റില്ല വെച്ചാൽ പഠിച്ച് ഒരു നല്ല രീതിയിൽ എത്തിയിട്ട് വീട് വെക്കുക എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞു. അതായത് ഈ നമ്മുടെ ഇതിനകത്ത് എന്ത് പറയുന്നത്, കുടിൽ ജീവിതം അവസാനിച്ച് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു ഉണ്ടാവരുത്. അത് നമ്മൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ കനിവെന്ന് പറയുന്ന അതിൽ 42 പേര് അംഗങ്ങളുണ്ട്. അവരുടെ എല്ലാ അനുഗ്രഹവും അവരുടെ എല്ലാം കഷ്ടപ്പാടും അവരുടെ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. മോളെ പഠിപ്പിക്കണം, മോനെന്തെങ്കിലും ഒരു ജോലിയുടെ ഇത് ആക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹം. ഇനി അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.